യെസ്, അപ്പോൾ മലമ്പുഴയുടെ എന്താണ് യഥാർത്ഥ പൾസ് എന്നറിയാനാണ് ഈ രാത്രി നേരത്തും ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം എന്താണ് മലമ്പുഴക്കാർ പറയുന്നത് എന്നുള്ളത്. ചേട്ടാ, എന്താ ഇത്തവണത്തെ ഒരു സ്ഥിതി? ആർക്കാണ് ചാൻസ്? അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ? അത് എന്തായാലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നു, മത്സരം ടൈറ്റ് ആണെന്ന് പറയുന്നു. VS അച്യുതാനന്ദന്റെ പേരിനോട് ചേർത്ത് വെക്കുന്ന ഒരു നാടാണ് മലമ്പുഴ. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA കൃത്യമായ ഒരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ എന്നത് വസ്തുതയാണ്. അത് ഇത്തവണ ഏത് രീതിയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുക? അവരുടെ വോട്ട് ഷെയർ കൂടുമോ, അല്ല LDFന് കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കഴിയുമോ? UDFന്റെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കൂടി ഇത്തവണ രംഗത്തുണ്ട്. അത് VSനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേര് കൂടിയാണ് A. സുരേഷ്. നമുക്കറിയാം UDF സ്വതന്ത്രമായി മത്സരിക്കുന്നു. അപ്പോൾ സുരേഷിന് ഈ മലമ്പുഴയിൽ അത്തരത്തിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ എന്താ ഒരു അവസ്ഥ? ഞാൻ ഈ പറയുന്നത് പോലെ ടൈറ്റ് മത്സരം ഉണ്ടോ? ടൈറ്റ് മത്സരം കണ്ടറിയാം സാർ, അതല്ല നല്ലത്. അതാണ് എങ്കിലും ഒരു പൾസ് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതാണ്, വെയിറ്റ് ചെയ്യണം. ചേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞോ വോട്ട് ചെയ്യാൻ? എന്തെങ്കിലും തീരുമാനിച്ചു? മനസ്സിലൊരാളുണ്ട്, പറയണ്ട. ഉണ്ട്. അപ്പം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സിലൊരാളുണ്ട് എന്ന് പറയുന്നു. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് തോന്നുന്നു. ആരായിരിക്കും ഒരു സാധ്യത വിജയിക്കാൻ? മലമ്പുഴ മണ്ഡലമാണോ? മലമ്പുഴ മണ്ഡലം പോരാട്ടം തന്നെ വരും. എന്താണ് അങ്ങനെ ഒരു ഉറപ്പ്? അല്ല, ഈ മലമ്പുഴ മണ്ഡലം ഉണ്ടായവിടെ തൊട്ട് തന്നെ ഇടതുപക്ഷമാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലമ്പുഴയോട് ചേർത്ത് വെക്കുന്ന പേരാണല്ലോ VS അച്യുതാനന്ദൻ. ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി അറിയാലോ, A. സുരേഷാണ്. A. സുരേഷ് എന്ന പേരുകാരനും ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ A. സുരേഷും VS അച്യുതാനന്ദനും വളരെ അടുത്ത ആളാണ്. UDF കൃത്യമായ തന്ത്രം അവിടെ പയറ്റിയിട്ടുണ്ട്. കുറച്ച് വോട്ടുകളെങ്കിലും A. സുരേഷ് സമാഹരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അത് വലുപ്പമില്ല. എന്താ അങ്ങനെ? അയാളെ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. പാർട്ടി വോട്ടുകൾ പാർട്ടിയിൽ തന്നെ വീഴും. പാർട്ടി വോട്ടുകൾ പാർട്ടിക്ക് തന്നെ കിട്ടും. പാർട്ടി വോട്ട് പാർട്ടിക്ക് തന്നെ കിട്ടും. ഭൂരിപക്ഷത്തിൽ വർധനവുണ്ടാവും. അത് ഇല്ലെങ്കിലും കഴിഞ്ഞ ഭൂരിപക്ഷം 27,000 ആണ്. അതേ ഭൂരിപക്ഷത്തിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. A. പ്രഭാകരൻ നേരത്തെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ? മലമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലം, മലമ്പുഴ എന്ന് പറയുന്ന ഒരു മണ്ഡലം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി പറയുന്നത് ഒന്ന് ഈ ജലലഭ്യത. അതിനൊരു പ്രശ്നമുണ്ട്. ശുദ്ധജലം കിട്ടാനില്ല എന്ന് ഒരു പരാതിയുണ്ട്. അതിലൊക്കെ എത്രമാത്രം വസ്തുതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജോലി സ്ഥിരതയില്ല എന്നൊക്കെ പറയുന്നു. രാഷ്ട്രീയക്കാർ പറയുകയാണ്, അത് വസ്തുതയല്ല. എന്തായാലും പാർട്ടി വോട്ടുകൾ കൃത്യമായി ആ പെട്ടിയിൽ തന്നെ വീഴും. ചേട്ടൻ എന്ത് തോന്നുന്നു? ആര് ജയിക്കും? അവരെ പ്രഭാകരൻ തന്നെ ജയിക്കുമെന്നാണ് ചേട്ടന്മാർ പറയുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നു. A. സുരേഷിന് വലിയ മാറ്റം ഉണ്ടാക്കാനൊന്നും കഴിയില്ല എന്ന് പറയുന്നു. യൂത്തിന്റെ ഒരു റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹായ്. അപ്പോൾ മലമ്പുഴയുടെ ഒരു പൾസ് എന്താണ്? മലമ്പുഴ ഇപ്രാവശ്യം മാറുന്ന വെച്ചാൽ എങ്ങോട്ട് മാറും? UDF പിടിക്കും. A. സുരേഷ് ജയിക്കും എന്നാണ് പറയുന്നത്. ജയിക്കും തീർച്ചയായും. ഭരണത്തിന്റെ ഒരു പിടിപ്പേട് നല്ല രീതിയിലുണ്ട്, അത് പ്രതിഫലിക്കും. ഇത്ര കാലം ഈ ഇവിടെ ഇപ്പോൾ മരുതറോഡ് പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് മരുതറോഡ് പഞ്ചായത്ത് UDF പിടിച്ചടക്കുന്നത്. അതുപോലെ മലമ്പുഴയും ഇത്തവണ UDF പിടിച്ചടക്കും. കേരളം മൊത്തം UDF തരംഗം ഉണ്ടായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. 2011 UDFന് കിട്ടിയ വോട്ടും അല്ലെങ്കിൽ NDAക്ക് കിട്ടിയ വോട്ടും 2021 UDFന് കിട്ടിയ വോട്ടും NDAക്ക് കിട്ടിയ വോട്ടും നോക്കുമ്പോൾ UDFന് കിട്ടിയ വോട്ടുകൾ കുറഞ്ഞു, NDAക്ക് കിട്ടിയ വോട്ടുകൾ കൂടി, LDFന് കിട്ടിയ വോട്ടുകൾ കൂടി. അപ്പോൾ UDFന്റെ വോട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് എന്നാണ് ആ കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് NDAക്ക് പോയിട്ടുണ്ട് എന്നാണ് ഒരു പൊതു വിലയിരുത്തൽ. അങ്ങനെ ഉണ്ടോ? അതായത് ഇത്തവണ അതുപോലെ ഉണ്ടാകും? അല്ല, ഇത്തവണ മെയിനായിട്ട് നമുക്ക് വരുന്ന ഈ ഭരണവിരുദ്ധ വികാരമാണ് മെയിനായിട്ട്. കാരണം പിണറായിയുടെ ഈ ഒരു 10 വർഷം ജനങ്ങൾ എത്രത്തോളം കടത്തിലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം. മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു വികാരം, അതായത് അതിൻ്റെ ഒരു പ്രതിഫലനം ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കോൺഗ്രസ്സുകാരനാണോ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അഭിപ്രായങ്ങൾ വരുന്നത്. A. സുരേഷ് ഇത്തവണ ജയിക്കും എന്നൊരു അഭിപ്രായമാണ് നമ്മുടെ യൂത്തിനടുത്തും എനിക്ക് കിട്ടിയത്. പക്ഷെ എന്തായാലും എന്ത് തന്നെയായാലും ഇതൊരു ഉറച്ച ഇടത് കോട്ടയാണ്. ഒരു രീതിയിലുള്ള വിള്ളലും ആ കോട്ടയിൽ ഉണ്ടാക്കാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് ഇത്തവണയും A. പ്രഭാകരൻ തന്നെ ജയിക്കുമെന്ന് മറുഭാഗം പറയുന്നു. പക്ഷേ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം C. കൃഷ്ണകുമാറിന്റെ ഒരു വ്യക്തിപ്രഭാവം അതൊക്കെ ഇത്തവണ വോട്ടായി മാറും. കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാക്കാൻ കഴിയും. അത് വോട്ട് ബാങ്കിൽ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടിയിൽ വീഴുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും NDA ആയിരിക്കും ജയിക്കുക എന്ന് ആ ക്യാമ്പ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ത്രികോണപ്പോര് എന്ന രീതിയിൽ മലമ്പുഴ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് റിയാലിറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.